ന്യൂയോർക്കിലെ റോഡുകളെ വെല്ലുന്ന റോഡുകൾ എന്നൊക്കെയാണ് ഇപ്പോഴും അവകാശവാദം. ന്യൂയോർക്കിലെ റോഡുകൾ ഇങ്ങനെയാണോ എന്ന് നമുക്കറിയില്ല. ഇങ്ങനെയാണ്, നമ്മളൊന്ന് പോയി നോക്കേണ്ടി വരും. തന്നെ ബി ജെ പിക്കും ഉണ്ട്. ബി ജെ പി ഉണ്ടെങ്കിലും പുറത്ത് പറയുന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ. എനിവേ എന്തോ ആയിക്കൊള്ളട്ടെ. അവിടെയാണ് എനിക്കൊരു ചോദ്യം ഉന്നയിക്കാനുള്ളത് രോഹിത്തെ. അതായത് ജനങ്ങള് സംസാരിക്കേണ്ട വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് പൊതുവിൽ ഫോക്കസ് കോൺഗ്രസിലെ തമ്മിൽ തല്ലിലേക്കും സതീശനെതിരായ കടന്നാക്രമണങ്ങളിലേക്കും കോൺഗ്രസിന്റെ ഫോക്കസ് തന്നെ അവരുടെ തമ്മിൽ തല്ല് പരിഹരിക്കുന്നതിലേക്കും ഒക്കെ മാറും. അത് CPM അനുകൂലമായിട്ട് മാറുകയല്ലേ എന്നുള്ളതാണ് സ്വാഭാവികമായ ചോദ്യം. ഞാൻ ചോദിക്കുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. കോൺഗ്രസിലെ കുറച്ച് നേതാക്കൾ ഇവിടെ കളിക്കുന്ന നാറിയ രാഷ്ട്രീയമൊന്നും പക്ഷെ അപ്പൊ അതാണ് സാധാരണക്കാരുടെ പക്ഷമെങ്കിൽ കോൺഗ്രസിന് എന്തുകൊണ്ട് ഇയാളുടെ സസ്പെൻഷൻ പിൻവലിച്ചുകൂടാ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ചോദിക്കുന്നതല്ല, ഒരു മാസം കഴിഞ്ഞു. ഒരു മാസം കഴിഞ്ഞു. അതിനെ ചൊല്ലി സ്വാഭാവികമായും അനുഭാവികളും അമർഷത്തിലാണ്. ഞാൻ പറയട്ടെ, ദ ജേർണലിസ്റ്റിലേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ സിമ്പിളായി ഭരണം പിടിക്കാമെന്ന് കരുതിയ കോൺഗ്രസിന് ഇപ്പോൾ അത്ര ഉറപ്പിച്ച് ഭരണം നേടാമെന്ന് പറയാൻ സാധിക്കുന്നില്ല. കൂട്ടയടികളും ഗ്രൂപ്പിസവും തമ്മിൽ തല്ലും ഏറ്റവും ഒടുവിൽ വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമൊക്കെ കോൺഗ്രസിനെ വല്ലാതെ ഉലച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് CPM-ഉം BJP-യും ഒരേ സ്വരത്തിൽ പറയുന്നത്. CPM ആകട്ടെ തുടർ ഭരണം ഇപ്പം കിട്ടുമെന്ന നിലയിലേക്ക് കരുക്കൾ നീക്കി തുടങ്ങുകയും ചെയ്തു. കോൺഗ്രസിന് അപജയം സംഭവിക്കുന്നുവോ? കോൺഗ്രസ് തമ്മിൽ തല്ലി തീരുന്നുവോ? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കാൻ പ്രമുഖ മാധ്യമ പ്രവർത്തകരും നാഷൻ ഫസ്റ്റ് ചാനലിന്റെ ചീഫ് എഡിറ്ററുമായ രോഹിത് ചേരുകയാണ്. രോഹിത്, നമസ്കാരം. നമസ്കാരം. എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിനെ ചൊല്ലി സതീശനെതിരെ വലിയ പടയൊരുക്കം നടക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. എന്താണ്, എങ്ങനെയാണ് ഇത് പറയുന്ന കേട്ടാ തോന്നും കോൺഗ്രസില് പണ്ട് മുതലേ എല്ലാവരും ഭയങ്കര ഐക്യത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തോന്നിപ്പോവുകയാണ്. ഇതൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. കാരണം എന്താ അറിയോ, സാധാരണക്കാർക്കിടയിലേക്ക് ഈ പ്രശ്നങ്ങളൊന്നും വലിയ രീതിയിലേക്ക് വ്യാപിച്ചിട്ടില്ല. നമ്മൾ മാധ്യമ പ്രവർത്തകർക്കാണ് ഇതൊരു വലിയ വിഷയമായിട്ട് തോന്നുന്നതും ഇതിനെ പർവ്വതീകരിച്ച് കാണിക്കുന്നതും ഒക്കെ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലൊരു നിലപാടെടുക്കുന്നു. ആ നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. രാഹുൽ ഇപ്പോഴും പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ടില്ല, പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല, പാർട്ടി നേതാക്കന്മാരെ ആരെയും തള്ളി പറഞ്ഞിട്ടില്ല. അദ്ദേഹം നിയമസഭയിലേക്ക് എത്തി. സ്വാഭാവികമായിട്ടും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു തോന്നലുണ്ടാകാം. അല്ലെങ്കിൽ തള്ളി പറഞ്ഞാൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിലനിൽപ്പില്ല, അതുകൂടി മനസ്സിലാക്കാം. അല്ല, സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ VD സതീശനെ പോലെ അല്ലെങ്കിൽ പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് രാഹുലിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യം രാഹുലിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നോക്കൂ, ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോൾ ആര് നേതാവാകണം, ആര് മുഖ്യമന്ത്രിയാകണം എന്ന കാര്യത്തിൽ ഇവർക്കിടയിൽ ഒരു തർക്കം ഉണ്ടായേക്കാം. അല്ലാതെ കോൺഗ്രസ് അധികാരത്തിലെത്തരുത് എന്നൊരു ചിന്ത ഏതെങ്കിലും ഒരു നേതാവിനുണ്ടാകുമോ? കാരണം ഇപ്പോ പോലീസുകാരോടൊക്കെ ഒന്നും പറയാനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ്. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ നാട്ടിൽ സജീവമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല, സാധാരണക്കാരന് വേണ്ടി സംസാരിക്കാൻ കഴിയുന്നില്ല. ആ ഒരു അവസ്ഥ നിലനിൽക്കുന്ന ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകർ, ഇന്ന് പ്രതിപക്ഷ നിരയിലിരിക്കുന്ന കോൺഗ്രസോ അല്ലെങ്കിൽ BJP-യുടെയോ പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ടാകുമോ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരരുത് എന്ന്, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഇടതുപക്ഷ അധികാരത്തിൽ നിന്ന് ഇറങ്ങി പോകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകുമോ? ഇവിടെ DYFIയുടെ ഏരിയ കമ്മിറ്റി DYFIയുടെ ചുമതലയുള്ളവർക്ക്, CPM-ന്റെ ഏരിയ കമ്മിറ്റി മെമ്പർമാർക്ക്, CPM-ന്റെ LC സെക്രട്ടറിമാർക്ക് പോലും പോലീസിൽ നിന്ന് മർദ്ദനമേൽക്കുന്ന അതിക്രൂരമായ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒരു നാഥനില കളരിയായി പോലീസ് ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള ഡിപ്പാർട്ട്മെന്റുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വളരെ ക്രിയേറ്റീവായിട്ട് ഇവർ കൊണ്ടുവന്ന ഒരു വലിയ വികസന പ്രവർത്തനം എന്ന് പറയുന്നത്, വികസന പദ്ധതി എന്ന് പറയുന്നത്, ബീവറേജിൽ 20 രൂപ അടച്ച് മേടിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി തിരിച്ചു കൊടുത്താൽ 20 രൂപ കിട്ടും എന്നുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു വികസന പ്രവർത്തനത്തിന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ബെവ്കോ മുൻകൈ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അത് കേരളത്തിലെ വ്യാവസായിക വിപ്ലവത്തിന് നാന്ദി കുറിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നോക്കൂ, ഈ പിണറായി കാലാധിഷ്ഠിതമായ മാറ്റമാണെന്ന് പറഞ്ഞാലും 1 കിലോ അരിക്ക് 45 രൂപ,
ഒരു വെളിച്ചെണ്ണയുടെ വില 450 രൂപയ്ക്ക് മുകളിലേക്ക് പോയ കാലഘട്ടം. എന്തിനാണ് ഈ സപ്ലൈകോയുടെ കീഴിൽ മാവേലി സ്റ്റോറും നീതി സ്റ്റോറും പോലെയുള്ള സംവിധാനങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു വന്ന ഒരു കാലഘട്ടം. സാധാരണക്കാരൻ എന്താണ് ഇവിടെ കിട്ടുന്നത്? നല്ല റോഡുകളുണ്ട്, ഒരുപാട് നല്ല റോഡുകൾ. ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിന്ന് ഇറങ്ങി പിണറായി സർക്കാർ വന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കിഫ്ബി പോലെയുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് തോമസ് ഐസക്കിനെ പോലെയൊക്കെയുള്ള അത്യാവശ്യം ബുദ്ധി വിവരമൊക്കെയുള്ള നേതാക്കന്മാർ നല്ല റോഡുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇന്ന് എല്ലാ റോഡുകളും തകർച്ചയുടെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലുള്ള ഒരു BJP നേതാവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. പക്ഷേ ന്യൂയോർക്കിലെ റോഡുകളെ വെല്ലുന്ന റോഡുകൾ എന്നൊക്കെയാണ് ഇപ്പോഴും അവകാശവാദം. ന്യൂയോർക്കിലെ റോഡുകൾ ഇങ്ങനെ ആണോ എന്ന് നമുക്കറിയില്ല. ഇങ്ങനെയാണ്, നമ്മളൊന്ന് പോയി നോക്കേണ്ടി വരും. ഏതൊരു ടിക്കറ്റ് എടുക്കാമെങ്കിൽ നമുക്ക് രണ്ടുപേർക്കൂടെ ന്യൂയോർക്കിൽ പോയി നോക്കാം ന്യൂയോർക്കിലെ റോഡൊക്കെ ഇങ്ങനെയാണോ എന്നുള്ളത്. നോക്കൂ, പത്തനംതിട്ടയിലുള്ള ഒരു BJP നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, കാലങ്ങളായി തകർന്നു കിടക്കുന്ന ശബരിമലയിലേക്കുള്ള ഒരു പാത ഇപ്പൊ വലിയ രീതിയിൽ ടാറിങ് നടന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാ? രാജാവിന്റെ തിരുവെഴുന്നള്ളിപ്പ് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. നമ്മൾ ആരും മറന്നിട്ടില്ലല്ലോ, ഈ പറയപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കറുപ്പിനെ പേടിച്ച് ഓടിയ കുറെ കാലം ഉണ്ടായിരുന്നു. കറുത്ത ഷർട്ടിട്ട് മുഹമ്മദ് റിയാസിനല്ലാതെ മറ്റാർക്കും അടുത്തേക്ക് വരാൻ പറ്റാത്ത സാഹചര്യം, കറുത്ത മാസ്കിന് നിരോധനം ഏർപ്പെടുത്തുന്ന സാഹചര്യം, ഇത് മലയാളിക്ക് അങ്ങനെ വലിയ മറവിശീലമൊന്നും ഇല്ലെന്നേ. ഇപ്പൊ ഈ കോൺഗ്രസ് തമ്മിൽ തല്ലിടുന്നത്, ഇപ്പൊ ഈ കോൺഗ്രസിനേക്കാൾ മറ്റൊരാൾ അധികാരത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഈ നാട്ടിലുണ്ട്. അപ്പോ സ്വാഭാവികമായും അത് ആര് എന്നൊരു ചോദ്യമുണ്ട്. അത് കോൺഗ്രസ് ആണോ BJP ആണോ? BJPക്ക് എന്തായാലും കേരളത്തിൽ ഇത്തവണ അധികാരത്തിൽ എത്താൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യം ഇവിടുത്തെ സാധാരണക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്കും ഉണ്ട്. BJP ഉണ്ടെങ്കിലും പുറത്ത് പറയുന്ന അങ്ങനൊന്നും അല്ലല്ലോ. എനിവേ, എന്തോ ആയിക്കൊള്ളട്ടെ. അപ്പൊ BJPക്ക് ആ ബോധം ഉള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ് അധികാരത്തിൽ എത്തരുത് എന്ന് BJP ചിന്തിക്കുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പിന്നെ ഇവർ തമ്മിലുള്ള അടിയായി, പിന്നെ അവർക്ക് സ്പേസ് ഇല്ലാതാവും. വീണ്ടും ഇടതുപക്ഷം അധികാരത്തിലെത്തിയാൽ ഈ നാട്, ഈ കോൺഗ്രസ് ഈ തമ്മിത്തല്ലിലും തുടർന്നു കഴിഞ്ഞാൽ ഈ നാട് പുതിയൊരു മാറ്റത്തിന് ആദ്യം കുറിക്കുമെന്നും നല്ല കുറച്ച് വ്യക്തിത്വമുള്ള ആളുകളെയൊക്കെ BJPയിലേക്ക് കൊണ്ടുവന്നാൽ അവിടെയാണ് എനിക്കൊരു ചോദ്യം ഉന്നയിക്കാനുള്ളത് രോഹിത്തെ. ഇതായത് ജനങ്ങള് സംസാരിക്കേണ്ട വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് പൊതുവിൽ ഫോക്കസ് കോൺഗ്രസിലെ തമ്മിൽ തല്ലിലേക്കും സതീശനെതിരായ കടന്നാക്രമണങ്ങളിലേക്കും കോൺഗ്രസിന്റെ ഫോക്കസ് തന്നെ അവരുടെ തമ്മിൽ തല്ല് പരിഹരിക്കുന്നതിലേക്കും ഒക്കെ മാറുമ്പോൾ അത് CPMന് അനുകൂലമായിട്ട് മാറുകയല്ലേ എന്നുള്ളതാണ് സ്വാഭാവികമായ ഒരു ചോദ്യം. CPMന് അനുകൂലമായി മാറുകയല്ല, CPMന് അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു കൃത്യമായ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ചില മാധ്യമ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് വേണം പറയാൻ. CPMന്റെ AKG സെന്ററിൽ നിന്നോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ PR ചെയ്ത ഏജൻസി ഏതാണെന്ന് വെച്ചാൽ ആ ഏജൻസി ഓഫീസിൽ നിന്നോ എഴുതി കൊടുക്കുന്ന ഒരു മാർഗത്തിലൂടെ പല വാർത്തകളും ഇവിടെ സെറ്റ് ചെയ്യപ്പെടുന്നു, അജണ്ട സെറ്റ് ചെയ്യപ്പെടുന്നു. മറ്റു മാധ്യമങ്ങൾക്ക്, അത് കേരളത്തിലെ പ്രമുഖങ്ങളായ മറ്റു മാധ്യമങ്ങൾ, അത് UDFന് അനുകൂലമായി പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി നിൽക്കുന്ന മാധ്യമത്തിന് വരെ ആ അജണ്ടയ്ക്ക് പിന്നാലെ പോകേണ്ടത് ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള വിഷയം എടുക്കൂ. കഴിഞ്ഞ കുറേ കാലം കൊണ്ട് ഇവിടെ ആവർത്തിച്ച് എല്ലാ ദിവസവും ചർച്ച ചെയ്യപ്പെടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഞാൻ ഇന്നലെ ഒരു ചാനൽ നോക്കുമ്പോൾ എനിക്ക് ചിരി വന്നത്, ആ ചാനലിലെ മുഖ്യ അവതാരകൻ, അതിന്റെ എഡിറ്റോറിയൽ ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്, ഡെസ്കിൽ വാർത്ത വായിക്കുകയാണ്. അദ്ദേഹം അവിടുത്തെ റിപ്പോർട്ടറോട് ചോദിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമനാണ്, പത്തനംതിട്ട റിപ്പോർട്ടറാണ്. പ്രവീൺ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് വീട്ടിൽ നിന്നുള്ള സാഹചര്യം? ഇന്നലെ നമ്മൾ രാവിലെ 10 മണി വരെ വിചാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളിൽ ഉണ്ടെന്നാണ്. പിന്നീടാണ് 3 മണിക്ക് നിയമസഭയിലേക്ക് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കി. പ്രവീൺ പുരുഷോത്തമൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇന്നലെ രാഹുലിനെ കണ്ടു, സംസാരിച്ചു. അപ്പൊ ഇന്നത്തെ പരിപാടികൾ ഇന്ന് നിയമസഭയിലേക്ക് ഇല്ലെന്ന് പറഞ്ഞു. നോക്കൂ, ഒരു ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരു MLA, ഒരു യുവ MLA, അയാളുടെ പേരിൽ ഒരു പരാതിയില്ലെന്നേ, ഒരു പരാതിക്കാരില്ലെന്നേ, ഒരു കേസില്ലെന്നേ, ഒരു കുന്തമില്ലാതെ നിൽക്കുന്ന ഒരാളുടെ വീട്ടില് വലിയ മാധ്യമ പട പോയി നിൽക്കുകയാണ്. അയാൾ രാവിലെ എഴുന്നേറ്റോ, അയാൾ ചായ കുടിച്ചോ, അയാൾ ഡ്രസ്സ് മാറിയോ, അയാൾ അപ്പിട്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറെ പേര് പോയി നിൽക്കുകയാണ്. ഇതാണോ മാധ്യമ പ്രവർത്തനം? എനിക്കറിയാം, ഈ നാട്ടിൽ ചർച്ച ചെയ്യാൻ എന്തൊക്കെ വിഷയങ്ങൾ കിടക്കുമ്പോഴാണ് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് ഇങ്ങനെ വാർത്ത കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലാണോ കേരള രാഷ്ട്രീയത്തിന്റെ അവസാന വാക്ക്? ആണോ? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. 2 പെൺകുട്ടികളുടെ ഗർഭചിത്രം നടത്തിയെന്നാണ് ഇദ്ദേഹത്തിനെതിരെ പലരും ആരോപിക്കുന്നത്, പല ആളുകളും ആരോപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടികൾ എവിടെ? ഈ പെൺകുട്ടികളുടെ പേരൻസ് എവിടെ? രക്ഷകർത്താക്കൾ എവിടെ? ആരാണ് ഈ പെൺകുട്ടികൾ? അത് പറയണ്ട. അല്ല രോഹിത്, ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോ ആ വിഷയം മാധ്യമങ്ങൾ ചർച്ച ചെയ്ത പൊതുജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. ഞാൻ പറയുന്ന വിഷയം, ഈ വിഷയമാകട്ടെ മറ്റെന്ത് വിഷയമായിക്കൊള്ളട്ടെ, ഇതില് കോൺഗ്രസ് ഒരു കക്ഷിയാണല്ലോ. ഇപ്പൊ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാതെ മാധ്യമങ്ങൾ ഇത് ആഘോഷിക്കില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ള ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും, അത് പ്രതിപക്ഷ പാർട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ അത് ആഘോഷിക്കും. അപ്പൊ അങ്ങനെ ആഘോഷിക്കാനുള്ള ഒരു വക കൊടുക്കുന്നത് സതീശനാണ് എന്ന് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി നടപടിയെടുക്കുന്നു, രാജിവെക്കുകയാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു. അദ്ദേഹം MLA സ്ഥാനവും രാജിവെക്കണമെന്ന് VD സതീശൻ നിലപാട് അറിയിച്ചു എന്ന് പറഞ്ഞു മാധ്യമങ്ങളിൽ വാർത്ത വരികയാണ്.
ഇദ്ദേഹത്തിന്റെ രാജി എഴുതി വാങ്ങിയതിന് ശേഷം പിറ്റേന്ന് UDF കൺവീനറായ അടൂർ പ്രകാശിനെ കണ്ടപ്പോൾ അടൂർ പ്രകാശ് ചോദിച്ചത് ഇത് AA ആയിക്കൂടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതിനെ ഇപ്പോഴും വെച്ച് അലക്കുകയാണ്. UDF ഇതുവരെ അയാളെ സംരക്ഷിക്കുന്നു, UDFിലെ പ്രമുഖനായ നേതാവ് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. ഇത് പറഞ്ഞ വിഷയത്തിൽ കോൺഗ്രസിലെ കുറച്ച് നേതാക്കൾ നോക്കൂ ഈ സ്വാഭാവികമായും CPM-ന്റെ നേതാക്കന്മാർക്കെതിരെയൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും കേസും ഒക്കെ വന്നപ്പോൾ അവർ പറഞ്ഞത് FIR ഇട്ടു എന്ന് വിചാരിച്ച് ഇതൊന്നും ആവില്ല, കേസിന്റെ വിധി വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ കൈയൊഴിഞ്ഞു. അതിനെ നമ്മൾ നിലപാടില്ലായ്മ എന്ന് പറഞ്ഞ് തന്നെ വിമർശിച്ചു. ആര്? കോൺഗ്രസും വിമർശിച്ചു, മാധ്യമപ്രവർത്തകരും വിമർശിച്ചു. അതിനുശേഷം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് വന്നതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? കൃത്യമായി പാർട്ടി നിലപാടെടുക്കുന്നു, പാർട്ടി അയാളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രാജി എഴുതി മേടിക്കുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. ഇപ്പോ രാഹുലിനെതിരെ പരാതികളൊന്നും നിലവിലില്ല. നിയമപരമായി രാഹുലിനെതിരെ ഒന്ന് പറയാം. പെട്ടെന്ന് തന്നെ VD സതീശൻ പറയാണ് രാഹുലിനെതിരെ പരാതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രാഹുലും ഞങ്ങളുമായിട്ടൊരു പ്രശ്നമില്ല, രാഹുൽ പാലക്കാട് തുടരട്ടെ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന മാധ്യമങ്ങൾ എങ്ങനെയായിരിക്കും വാർത്ത കൊടുക്കാൻ പോകുന്നത്? ഒന്ന് പറ. അപ്പോ ഇത് ഒത്തുകളി എന്ന് പറയും. ഇപ്പൊ ഈ പാർട്ടി പ്രതിപക്ഷ നേതാവ് എടുക്കുന്ന നിലപാടാകട്ടെ, രാഹുൽ എടുക്കുന്ന നിലപാടാകട്ടെ, ഇതാണ് ശരി. രാഹുൽ നിയമസഭയിലേക്ക് പോയി, ആദ്യ ദിവസം പോയി, അവിടെ മുഖം കാണിച്ചു, അവിടെ ഇരുന്നു, ഒരു കുറിപ്പ് കിട്ടി, അദ്ദേഹം കുറിപ്പിന് മറുപടി കൊടുത്തു, അദ്ദേഹം തിരിച്ചുപോയി. ശനിയാഴ്ചയോടുകൂടി അദ്ദേഹം പാലക്കാടേക്ക് എത്തുന്നു എന്ന് പറയുന്നു. പാലക്കാടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് പ്രസ്തുത മന്ത്രിമാർക്ക് നിവേദനങ്ങൾ എഴുതുന്നുണ്ട്, കാര്യങ്ങളിൽ സജീവമാകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരത്തിലുണ്ടായിരുന്നു. ഒരു ഉച്ച കഴിഞ്ഞുള്ള ഒരു പകലും ഒരു രാത്രി പാലക്കാട് നഗരത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയ സമയത്ത് ഞങ്ങൾ അവിടെ പല ആളുകളോടും, ഏതാണ്ട് 100 ചില്ലുവാനം ആളുകളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് തിരിച്ചു വരേണ്ട ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ചോദിച്ചത് റാൻഡമായിട്ട് അവിടുത്തെ വഴിയോര കച്ചവടക്കാർ, ഓട്ടോക്കാർ, സാധാരണക്കാർ, ഇങ്ങനെയുള്ള ആളുകളോടാണ് ചോദിച്ചത്. അതിൽ 93% ആളുകളും പറഞ്ഞത് രാഹുൽ മടങ്ങി വരണം. പക്ഷെ അവർക്ക് കേസിനോട് വിയോജിപ്പുള്ളവരുണ്ട്. അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ നിയമ നടപടികൾ നടക്കട്ടെ. പക്ഷെ ഞങ്ങൾ വോട്ടിട്ട് ജയിപ്പിച്ച ജനപ്രതിനിധിയാണ്. എന്തിനാണ് അയാളെ ജയിപ്പിച്ചത്? പാലക്കാടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, പാലക്കാടിന്റെ ശബ്ദമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അയാളുടെ പേരിൽ പരാതിക്കാരൊന്നും ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അത് തിരിച്ചു വന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തരേണ്ടതുണ്ട്. ഞങ്ങൾക്കൊരു MLA വേണം, ഞങ്ങൾക്കൊരു നാഥൻ വേണം, അയാൾ മടങ്ങി വരേണ്ടതുണ്ട്. ഇതാണ് സാധാരണക്കാരന്റെ പക്ഷം. ഇവിടെ കളിക്കുന്ന നാറിയ രാഷ്ട്രീയമൊന്നും അതാണ് സാധാരണക്കാരുടെ പക്ഷമെങ്കിൽ കോൺഗ്രസിന് എന്തുകൊണ്ട് ഇയാളുടെ സസ്പെൻഷൻ പിൻവലിച്ചുകൂടാ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ചോദിക്കുന്നതല്ല, ഒരു മാസം കഴിഞ്ഞു. ഒരു മാസം കഴിഞ്ഞു. അതിനെ ചൊല്ലി സ്വാഭാവികമായും അതിനകത്തേതായ അനുഭാവികളും അമർഷത്തിലാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ CPM-നുള്ളത് പോലെ തീവ്രത അളക്കാനുള്ള മിഷൻ ഒന്നും കോൺഗ്രസിനകത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവരൊരു ഇന്റേണൽ കമ്മിറ്റി ഇത് ചർച്ച ചെയ്യുന്നുണ്ടാകാം. അധികം വൈകാതെ ഇത് എഴുതി വെച്ചോ, അധികം വൈകാതെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മടങ്ങി വരിക തന്നെ ചെയ്യും. അല്ലാതെ എന്താണ് ചെയ്യാൻ പറ്റുക? രാഹുലിനെ പോലെ ഒരു നേതാവിനെ, രാഹുലിനെ പോലൊരു ചെറുപ്പക്കാരനെ കോൺഗ്രസ് ഒഴിവാക്കി നിർത്തുമോ? അയാളുടെ പേരിൽ ഒരു പരാതിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഒരു തെളിവെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ തന്നെ നിർത്തിയനെയായിരുന്നു. ഇതൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ ക്ലീൻ ചീറ്റ് നൽകി രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കും. ആ കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതും. ഇപ്പൊ ഈ കാണിക്കുന്നത് ഈ നിലപാടുകൾ പെട്ടുപോയൊരവസ്ഥയാണ്. ചാടിക്കേറി രാഹുലിനെതിരെ ചില നിലപാടുകൾ എടുത്തു. അത് അന്നത്തെ സാഹചര്യത്തിൽ ആവശ്യവുമായിരുന്നേ. ഇപ്പൊ റിപ്പോർട്ടർ TV പോലൊരു ചാനൽ രാഹുലിന്റെ ഒരു ശബ്ദ സന്ദേശമൊക്കെ പുറത്തു വിട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ സമയത്ത് എന്ന് പറയുന്ന ഞാനടക്കം ഫേസ്ബുക്കിൽ കുറിച്ചതാണ്, രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് കുറിച്ചതാണ്. കാരണം അന്നിന്റെ ആവശ്യകതയാണ്. പക്ഷെ പെൺകുട്ടികൾക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ ഇവിടെ ആർക്കാണെന്ന് ഇത്ര പൊള്ളാൻ? ഒന്നുമില്ല, ഒന്നും സംഭവിക്കാനില്ല. രാഹുൽ പൂർവാധിക ശക്തിയായി പാർട്ടിയിലേക്ക് തിരിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദം കൊടുക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. പക്ഷെ അയാൾ പാർട്ടി ഒരു പക്ഷേ പുതിയ അധ്യക്ഷനെ വെക്കാത്തത് ആ ഒരു പദവി അവിടെ കിടക്കട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും. ആയിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. കോൺഗ്രസിന്റെ കാര്യമായതുകൊണ്ട് പറയാൻ പറ്റില്ല. പിന്നെ പക്ഷെ രോഹിത്, ഞാൻ ഇതിന്റെ അകത്ത് രോഹിത് പറയുന്നതിനൊക്കെ യോജിക്കുന്നു. പക്ഷേ ഇപ്പൊ എടുത്ത തീരുമാനം കോൺഗ്രസിന്റെ ശരിയായ പാതയാണൊക്കെ പറയുന്നു. പക്ഷേ ഈ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു വലിയ കടന്നാക്രമണം വരുന്നു. ഇപ്പൊ പലരും പറയുന്നത് അത് സംഘടിതമായ PR വർക്കാണ്. അതാണ്, അങ്ങനെയൊന്നുമല്ല. ഇപ്പം നമ്മൾ തന്നെ പ്രസിദ്ധീകരിച്ചു, ജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള വേദി ഒരുക്കി. ഒരുപാട് ആളുകൾ വിളിച്ച് പറയുന്നത് രമേശ് ചെന്നിത്തലയും ഈ പറയുന്ന VD സതീശനും ചെയ്ത നിലപാട്, അല്ലെങ്കിൽ ആ എടുത്ത നിലപാടിൽ ഒരു തെറ്റുണ്ട്, അങ്ങനെ കൈയൊഴിയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ കൈയൊഴിഞ്ഞാൽ തന്നെ ഒരു മാസം കഴിഞ്ഞു, ഇനിയും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, ഇത് എതിരാളികൾക്ക് ഒരു വലിയ രാഷ്ട്രീയ അവസരമാണ് എന്ന നിലയിലായിരുന്നു ആ പരാമർശം. ഞാൻ യദുവിനോട് തിരിച്ചു ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു സാഹചര്യം വരികയാണ്. പാർട്ടിയിലെ യദു പ്രതിപക്ഷ നേതാവാണെന്ന് വിചാരിക്കുക. യദുവിന്റെ പാർട്ടിയിലെ ഒരു യുവ നേതാവിനെതിരെ ഒരു ലൈംഗിക ആരോപണം വരുന്നു. അത് കേരളത്തിലെ ഏറ്റവും റേറ്റിംഗ് ഉള്ള ചാനൽ ഇതിനു വേണ്ടി അങ്ങ് പണിയെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം അടക്കം പുറത്തു വരികയാണ്. ഈ പെൺകുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒപ്പം തന്നെ തുടരെ പരാതികൾ വരുന്നു. ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ വരുന്നു.
എന്ത് നിലപാടാ പിന്നെ മുതിർന്ന പാർട്ടിക്കാർ എടുക്കണ്ടേ? നേതാക്കന്മാർ അല്ല, ഞാൻ പറയുന്നത് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെപ്പിച്ചു എന്നുള്ളത് കൃത്യമായ തീരുമാനമാണ്. പക്ഷേ ഈ പറയുന്ന പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ എല്ലാവർക്കും ഇട്ടുകൊടുക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോകേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കാമല്ലോ. ആദ്യഘട്ട ശിക്ഷാ നടപടി നൽകി കഴിഞ്ഞു. രണ്ടാമത്തെ ശിക്ഷാ നടപടി എടുക്കണമെങ്കിൽ അതിന് റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കട്ടെ എന്ന് പറയാൻ എന്താണ് തടസ്സം? എന്താണ് രണ്ടാമത്തെ ശിക്ഷാ നടപടി അവിടെ സ്വീകരിച്ചത്? എന്താണ് നിയമസഭയിലേക്ക് വരേണ്ടത്? പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യൂ. അയാൾ ഇപ്പൊ പാർട്ടിയുടെ ഭാഗമല്ല. അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ എല്ലാവർക്കും അവസരം കിട്ടും. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം പ്രതിരോധിക്കാൻ പാർട്ടിയില്ല. ഇന്നലെ നിയമസഭയിൽ രാഹുൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അവിടെ നടന്ന ചില പ്രസംഗങ്ങളുടെ ചില പ്രസക്ത ഭാഗങ്ങൾ ഞാൻ എതുവിന് പറഞ്ഞുതരാം. ഒന്ന്, സഖാവ് വീണ ജോർജ്, ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസ്താവനയാണ്. സാർ, ഗർഭത്തിൽ കിടക്കുന്ന ശിശുക്കളെ അടക്കം സംരക്ഷിക്കാനുള്ള സർക്കാരാണിത്, അല്ലാതെ അവരെ കൊന്നെടുക്കാനുള്ള സർക്കാരല്ല ഇത്. ആരെയാണ് ഉന്നം വെക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെയാണ്. രണ്ട്, അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളും അതുപോലെ കേരള പോലീസിൽ നടക്കുന്ന നരനായാട്ടിനെ പറ്റി ചർച്ചയാണ്. KT ജലീൽ സംസാരിക്കുകയാണ്. KT ജലീൽ പറഞ്ഞത് എന്താ? ഗർഭാസ്ഥ ശിശുക്കളെ നശിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ളവരാണ് എല്ലാ യൂത്ത് കോൺഗ്രസ്സുകാരും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ? ഞാനത് പറയില്ല. എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിലല്ല. അപ്പോൾ സ്വാഭാവികമായും അത്രയും വലിയൊരു വിഷയം കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലും ഇവിടുത്തെ പൊതുപ്രവർത്തകരടക്കമുള്ള സാധാരണക്കാരടക്കമുള്ള ആളുകൾ നേരിടുന്ന ഒരു വലിയ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാവരും അതിനെ കൊണ്ടുവന്ന് കെട്ടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്കാണ്. എന്തിനാണ്? UDFന്റെ വാ തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ചർച്ചാ വിഷയമാക്കി അതിനെ അവിടെ നിലനിർത്തുകയാണ്. ആ സാഹചര്യത്തിൽ രാഹുൽ കൂടി നിയമസഭയിൽ ഉണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന് അവരുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉന്നയിക്കാൻ സാധിക്കുമോ? സംസാരിക്കാൻ സതീശൻ ചെയ്യുന്നത് പരിപൂർണമായി ശരിയാണ് എന്നാണ് രോഹിത് പറയുന്നത്. പരിപൂർണമായ ശരി എന്നല്ല. ആ പോസ്റ്റിൽ ഇരിക്കുമ്പോൾ, പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ, കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനങ്ങളിൽ ചില കാര്യങ്ങളുണ്ട്. ഇനി നാളെ രാഹുൽ പാലക്കാടേക്ക് പോവാം. നാളെ രാഹുൽ പാലക്കാടേക്ക് പോകുന്നു. പാലക്കാട് വെച്ച് ഈ DYFIയുടെയോ SFIയുടെയോ CPMന്റെയോ അണികൾ അവിടെ അദ്ദേഹത്തെ തടയുകയോ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുകയാണെന്ന് വെക്കോ? പാർട്ടി സംരക്ഷണം ഒരുക്കിയില്ലെങ്കിൽ അത് VD സതീശന്റെ തെറ്റാണ്, അല്ലെങ്കിൽ സണ്ണി ജോസഫിന്റെ തെറ്റാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. നിയമസഭയിലേക്ക് രാഹുൽ വരണ്ട എന്ന നിലപാടെടുത്തതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. നാളെ തെരുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇടതുപക്ഷം നേരിടാൻ തീരുമാനിച്ചാൽ അതിന് സംരക്ഷണം ഒരുക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ആർക്കുണ്ട്? കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. കാരണം രാഹുലിനോട് ഇവർക്കൊക്കെ എതിർപ്പ് വന്ന് കോൺഗ്രസിന് വേണ്ടി സംസാരിച്ചോണ്ടാ, VD സതീശൻ അടക്കമുള്ള നേതാക്കന്മാർക്ക് വേണ്ടി സംസാരിച്ചതുകൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും തെരുവിൽ അയാളെ സംരക്ഷിക്കാനുള്ള, അയാളുടെ മണ്ഡലത്തിൽ അയാൾക്ക് സുഗമമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിക്കും KPCCക്കും അവിടുത്തെ ഓരോ മണ്ഡലം കമ്മിറ്റികൾക്കും ബൂത്ത് കമ്മിറ്റികൾക്കും ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ താൽക്കാലികം മാത്രമാണ്. അധികം വൈകാതെ മാങ്കൂട്ടത്തിൽ തിരിച്ചെത്തും. കോൺഗ്രസ് കുതിച്ചുയരുക തന്നെ ചെയ്യുമെന്നാണ് രോഹിത് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കും. കോൺഗ്രസ് ഉയരേണ്ടത് ഇന്ത്യന്റെ ആവശ്യകതയാണ്. ഇവിടുത്തെ സാധാരണക്കാർ അത് ആഗ്രഹിക്കുന്നുണ്ട്. ആ സാധാരണക്കാർക്ക് കോൺഗ്രസ് ഉയരുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് മറ്റുള്ളവർ ഇറങ്ങി പോവുക. 10 വർഷം കണ്ട് ഇവർക്ക് ഒരു ചെറിയ അഹങ്കാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പിണറായി വിജയൻ വീണ്ടും ചിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിണറായി വിജയൻ ഒന്ന് സൗമ്യനായി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ വെറുതെ ആണെന്നുള്ളത് അവർക്കറിയാം. തെരഞ്ഞെടുപ്പ് ചെറിയ ചെറിയ അയ്യപ്പ സ്നേഹം, പൂച്ചയ്ക്ക് ചോറ് കൊടുക്കാൻ പറയും. അതെ, ചെറിയ അയ്യപ്പ സ്നേഹം, ചെറിയ മറ്റേ ന്യൂനപക്ഷ സ്നേഹം, ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ അയ്യപ്പ സ്നേഹം എന്നൊന്നും പറയല്ലേ, വലുത് ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള, ലോകം ഞെട്ടുന്ന വിധത്തിലുള്ള സ്നേഹമാണ്. മറ്റേ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളൊക്കെ നടുങ്ങി വിറച്ചെന്നാണ് കേട്ടത്. ദ്വാരപാലകന്റെ അടിയിലിരുന്ന തളിക കാണാനില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ. അതെ, പലതും വരും, പലതും അങ്ങനെ വരും. അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രോഹിത്തെ, ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തിരിച്ചുവരവ്, അതായത് സംഘടിതമായി ഐക്യത്തോടു കൂടി അടുത്ത ഭരണം പിടിക്കാനുള്ള ചുവട് വെച്ചുള്ള അടിയുറച്ചുള്ള ഒരു മുന്നോട്ട് പോക്ക് സാധ്യമാണോ? ഈ കോൺഗ്രസിലെയും ഐക്യജനാധിപത്യ മുന്നണിയിലെ ഐക്യം എന്നുള്ളത് അവരുടെ മുന്നണിയുടെ പേരിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു കാലത്തും അത് ഉണ്ടായിട്ടില്ല. പക്ഷേ കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് അപ്പൊ ആര് മുഖ്യമന്ത്രിയാകും എന്ന കാര്യത്തിലൊക്കെ സംശയം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഈ VD സതീശനെയുള്ള നേരെയുള്ള സൈബർ ആക്രമണമൊക്കെ കണ്ടു ചിരിക്കുന്ന പല ആളുകളും പല സ്ഥലങ്ങളിലായിട്ട് ഇരിപ്പുണ്ട്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളായിട്ട്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ കൊണ്ടങ്ങ് അവരങ്ങ് സ്റ്റാറാകാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, ഇവരാരും പുണ്യാളന്മാരൊന്നും അല്ലല്ലോ. ഇവരുടെയൊക്കെ ഇപ്പൊ എനിക്ക് ഏറ്റവും ചിരി വരുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു വർഷം മുമ്പ് വരെയൊക്കെ
പിണറായി വിജയനെ അരച്ചു കൊടുത്ത കുടിക്കാനിരുന്ന പല മാധ്യമപ്രവർത്തകരും, പല ഓൺലൈൻ മാധ്യമപ്രവർത്തകരും നിങ്ങൾക്ക് പിണറായിയെ അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് CPM അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞ് കത്തിക്കുകയാണ്. ഞാൻ അതില് രണ്ടുപേരെ ഇന്നലെ കണ്ടു. രണ്ടുപേരെ നമ്മുടെ രണ്ട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഇന്നലെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, സത്യം പറ, ഒരു നായര് പയ്യൻ രക്ഷപ്പെടുന്നതിലുള്ള രണ്ട് ക്രിസ്ത്യാനികളുടെ ദേഷ്യമല്ലേ ഇത്? അങ്ങനെയും പലതും പറയുന്നുണ്ട് കേട്ടോ, വർഗീയവൽക്കരിക്കുന്നുണ്ട് പല ആളുകളും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഇത് സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് മാധ്യമങ്ങളെയും ഓൺലൈൻ സംവിധാനങ്ങളെയും വിലക്കെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. സർക്കാർ പരസ്യങ്ങൾ വഴിഞ്ഞൊഴുകുക തന്നെ ചെയ്യും. വിലക്കെടുത്തിട്ടാണെന്നൊന്നും ഞാൻ ആരോപിക്കുന്നില്ല. പക്ഷേ ആ ഒരു മാധ്യമത്തെ അല്ല ഞാൻ പറയുന്നത്, ഞാൻ പൊതുവിൽ പറഞ്ഞതാണ്. ചില മാധ്യമങ്ങളുടെ, മുഖ്യധാര മാധ്യമങ്ങളുടെ അജണ്ടകൾ സെറ്റ് ചെയ്തുള്ള ചർച്ചകളും ചിലരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള അറ്റാക്കുകളും കാണുമ്പോൾ വിലക്കെടുക്കപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടി വരും രോഹിത്. ഇനി വില കൊടുത്തില്ലെങ്കിൽ പോലും സർക്കാരിന് അങ്ങോട്ട് വില കൊടുത്ത് അവരുടെ പല കുൽസിത കഥകളും സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യമുള്ള കേസുകൾ ഒതുക്കപ്പെടാനും മറ്റുമൊക്കെ മരവോ മൊബൈലോ ഒക്കെ ഉണ്ടല്ലോ. അപ്പോ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ ഇതിനൊക്കെ ഉള്ള മറുപടി കാലം കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നരേന്ദ്രമോദി ഒന്നും അല്ലല്ലോ പിണറായി വിജയൻ. എന്തായാലും രോഹിത്തെ, കോൺഗ്രസ് ശക്തമായി തിരിച്ചു വരുമെന്ന ഒരു ടേക്ക് തന്നെയാണുള്ളത് അല്ലെ? ഉറപ്പായും. വളരെ നന്ദി പ്രതികരിച്ചത്.